ഹലോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ചെറിയൊരു സെഷനാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി. പരീക്ഷയ്ക്ക് നിങ്ങൾ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഏതൊക്കെ ഭാഗങ്ങൾ വളരെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ പഠിച്ചെടുക്കണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിലബസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരു 10 മാർക്കിനെങ്കിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ചോദ്യങ്ങൾ 10 വരുമ്പോൾ അല്ലെങ്കിൽ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഏരിയകളുണ്ട്. നമുക്ക് അതിനൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ഇങ്ങനെ നമ്പറൊക്കെ ഇട്ടിട്ട് കൃത്യമായിട്ട് നമ്പറൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് ഈ 10 മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ വേണം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ ഒരു ഔട്ട്ലൈനും അതിന് നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്രിസ്റ്റലിലേക്ക് സ്വാഗതം. സോ ഹിസ്റ്റോറിയോഗ്രാഫി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ആൻഡ് ഇറ്റ്സ് മെത്തേഡ്. ഇതാണ് സിംപ്ലി ചരിത്രത്തെ പഠിക്കലും അതിന്റെ മെത്തഡോളജിയെ മനസ്സിലാക്കുന്നതിനുമാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംതിങ് ഇവോൾവ്ഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആദ്യമായിട്ട് ചരിത്രം എഴുതി നമ്മൾ പറയും ദ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആരാണ് ഫാദർ ഓഫ് ഹിസ്റ്ററി? ഇത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇതില്ലാതെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയാറുണ്ട് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം ചില പൊളിറ്റിക്കൽ ഇവന്റുകളെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെത് ചരിത്ര രചനയായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് BC കാലഘട്ടം മുതൽക്ക് ഇതാ മോഡേൺ ടൈംസിലോട്ട് എത്തുമ്പോൾ വരെ ഈ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവോൾവിങ് ആണ്. അങ്ങനെ ഇവോൾവ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കീ ആസ്പെക്റ്റുകൾ ഉണ്ട്. അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ് മീ റീഡ് ദിസ് എക്സ്പ്ലനേഷൻ വെരി സിംപ്ലി. Historiography, that is a study of history and its methods, acts as a guiding light for the historians as they navigate the vast sea of the past. പാസ്റ്റിന്റെ വിശാലമായ കടലിലൂടെ കടന്നു ചെല്ലുന്ന സമയത്ത് ഹിസ്റ്റോറിയൻസിനെ സഹായിക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളത്. അതിൽ എങ്ങനെയാണ് ചരിത്രം പഠിച്ചതെന്നും അതിന്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് വി ഹാവ് ദ കീ ആസ്പെക്ട്സ്. ഈ കീ ആസ്പെക്റ്റുകൾ എന്ന് പറയാം. ഇതാണ് മോഡേൺ ടൈംസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊരു ഹിസ്റ്റോറിയോഗ്രാഫി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചരിത്രം എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നമുക്ക് കിട്ടിയിരിക്കുന്ന സോഴ്സുകളെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ദ ക്രിട്ടിക്കൽ സോഴ്സ് അനാലിസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഴ്സുകളെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക എന്നുള്ളത്. കാരണം നിങ്ങൾ പഠിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അത് ആർക്കിയോളജിക്കൽ സോഴ്സ് ആകാം, അല്ലെങ്കിൽ ലിറ്റററി സോഴ്സ് ആകാം. ഈ സോഴ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. ഓ, ഇതിൽ പറഞ്ഞത് അങ്ങനെയാലേ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് വിശ്വസിക്കുകയല്ല വേണ്ടത്. ഒബ്വിയസ്ലി അതിന് ക്രിട്ടിക്കൽ അപ്രോച്ചിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ കുറച്ചുകൂടെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിലോട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂ മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ആയിട്ട് മാറും. ആൻഡ് ദർ ഷുഡ് ബി ഒബ്ജക്ടിവിറ്റി ദാൻ സബ്ജക്ടിവിറ്റി. ദാറ്റ് മീൻസ് നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ എന്ത് പാടില്ല, അവിടെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എവിഡൻസ് ഇല്ലേ, എവിഡൻസ് ഇല്ലാതെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് കൂടും എന്നുള്ളതാണ്. സോ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഒബ്ജക്ടിവിറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തെ കുറിച്ച് ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ അവസ്ഥ എടുത്ത് ആലോചിച്ച് നോക്കിക്കും. ഒരു സംഭവം നടന്നു, ഒരു ആക്സിഡന്റ് നടന്നു. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ ആയിട്ടാ പറയുന്നത്. ഇത് കണ്ട ഒരാൾ പറയുന്നത് ഒരാളുണ്ടാവും, ഇയാൾ അപ്പുറത്ത് വിട്ട് പോയി പറയും, എന്നിട്ട് ഇയാൾ വീട്ടിൽ പോയിട്ട് പറയും, വീട്ടിലെ ആൾക്കാർ വീട്ടിലെ മക്കളോട് പറയും. ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നടക്കാനുണ്ട്. സോ ഒരുപാട് ചേഞ്ചസ് വിൽ ബി ദർ. അതാണ് സബ്ജക്റ്റീവ് ആയിട്ട് മാറുക എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിവിറ്റി വിൽ ബി വെരി ലാക്കിംഗ്, റൈറ്റ്? സോ ഒബ്ജക്റ്റിവിറ്റിയും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ആയിരിക്കണം നമ്മുടെ ഹിസ്റ്റോറിയോഗ്രാഫി മുന്നോട്ട് പോകേണ്ടത്. ആൻഡ് കോണ്ടക്ച്വലൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ, ചരിത്ര രചന നടത്തുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേണം പഠിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് കിങ് അശോക ഹി വാസ് കൺവേർട്ടഡ് ഇൻ ടു ബുദ്ധിസം അക്കോർഡിംഗ് ടു ദ ബാബർ ഈഡിക്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്തായിരുന്നു, സോഷ്യൽ ഇക്കണോമിക് കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു, അപ്പോഴാണ് കിങ് അശോകൻ ബുദ്ധിസത്തിലോട്ട് കൺവേർട്ട് ചെയ്തതിന്റെ സാഹചര്യത്തെ കുറിച്ചും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ തെളിവുകളെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുകയുള്ളൂ. ആൻഡ് മെത്തഡോളജി, നമ്മൾ ഏത് മെത്തഡോളജിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ചില ചരിത്രം പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബുക്കുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ബുക്കുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മാത്രം മതിയാകുകയില്ല.
അതാണ് ഈ ഒരു പോയിന്റ് വരുന്നത്, എൻഗേജ്മെന്റ് വിത്ത് കോണ്ടംപററി ഇഷ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിസത്തെയും ജൈനസത്തെയും കുറിച്ച് പഠിക്കാം. വി ഹാവ് സം വെരി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. അത് മാത്രം മതിയോ? പോരാ, ഇന്നത്തെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് there will be something information, right? അവർ പാലിച്ചു പോരുന്ന അല്ലെങ്കിൽ അവരുടെ വാമൊഴികളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ മെത്തഡോളജി ഉപയോഗിക്കുന്നത്. ദാറ്റ് മൈറ്റ് ബി, അത് എന്തൊക്കെയാകാം? അത് ഒരു പക്ഷേ നമ്മളുടെ സർവേ ആകാം, ഇന്റർവ്യൂ ആകാം, ക്വസ്റ്റ്യനെയർ ആകാം. അങ്ങനെ ഡിഫറെന്റ് മെത്തഡോളജി, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ടുവരാം. ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ ഷുഡ് ബി പരിഗണിക്കൽ. ഇത് പരിഗണിക്കണം. കാരണം നിങ്ങൾ ചിലപ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ഇഷ്യൂ ആണ് പള്ളികള്, അമ്പലങ്ങള്, ഇങ്ങനത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ചരിത്രം എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ചില വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്ത് അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളുടെ പ്രൈവസിയെ നെഗേറ്റ് ചെയ്യുന്ന രൂപത്തിൽ, തകർത്ത് കളയുന്ന രൂപത്തിലോട്ട് മാറാൻ പാടില്ല എന്നുള്ള രൂപത്തിലോട്ടായിരിക്കണം നിങ്ങളുടെ എത്തിക്കൽ കൺസിഡറേഷൻ വരേണ്ടത്. അപ്പൊ അങ്ങനത്തെ കാര്യം നിങ്ങൾ പാലിച്ചിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ എൻഗേജ്മെന്റ് വിത്ത് കോണ്ടംപററി ഇഷ്യൂസ്, നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കില് അത് കോണ്ടംപററി ഇഷ്യൂസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാനും നമുക്ക് പറ്റണം. ആൻഡ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ഹിസ്റ്ററി ഇസ് നോട്ട് സംതിങ് സ്റ്റാറ്റിക്. ഹിസ്റ്ററി പാസ്റ്റ് ആണ് എന്ന് പറയുമെങ്കിൽ പോലും അത് സ്റ്റാറ്റിക് അല്ല. അതിൽ ഡിഫറെന്റ് പെർസ്പെക്റ്റീവുകളും അതിന്റെ ഡയമെൻഷൻസും ഇവോൾവ് ചെയ്തു വരുന്നുണ്ട്. സോ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അതിൽ, അല്ലെങ്കിൽ എവല്യൂഷൻ ആൻഡ് ഇവാലുവേഷൻ നമുക്ക് നടത്താൻ പറ്റണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് മോഡേൺ ആസ്പെക്റ്റിൽ നിങ്ങൾ ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് എന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ എന്തൊക്കെ എവല്യൂഷൻസ് നടന്നു എന്നുള്ളതിനെ കുറിച്ചും, ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ചരിത്ര പഠനത്തിൽ എന്തൊക്കെ പോസിബിൾ ആണെന്നുള്ളതിനെ കുറിച്ചും എന്നുള്ള കോൺസെപ്റ്റുവൽ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ സിലബസിലോട്ട് കടക്കുകയുള്ളൂ. അപ്പൊ സിലബസ് നിങ്ങൾക്ക് ഒരു 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക് ഒന്ന് ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. ഗ്രീക്കിലും റോമിലും ഹിസ്റ്റോറിയൻസ് ഉണ്ടായിരുന്നു, അവരുടെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഹെറഡോട്ടസ്, തൂസിഡൈഡ്സ്, ലെവി, ഇങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ടല്ലോ, അവരുടെ ചരിത്ര രചന എന്തായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ ഓരോന്ന് പഠിക്കുമ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും പേഴ്സ്പെക്റ്റീവിൽ പഠിക്കുക. ഒന്ന്, ദ ഫീച്ചേഴ്സ്. 2, റോൾ ആൻഡ് കോൺട്രിബ്യൂഷൻ. 3, ലിമിറ്റേഷൻസ്. ഈ 3 പേഴ്സ്പെക്റ്റീവിൽ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ഇത് 3 നിങ്ങൾ പഠിച്ചു നോക്കിക്കേ. ദാറ്റ്സ് ഇനഫ് ഫോർ യുവർ എക്സാമിനേഷൻ ടു ക്ലിയർ ഓൾ ദി 10 മാർക്സ് ക്വസ്റ്റ്യൻസ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഫീച്ചേഴ്സ്. ഗ്രീക്കോ റോമൻ ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പൊ അതിന്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ചില ബേസിക് കാര്യങ്ങൾ നമ്മൾ പറയും. റോൾ ആൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെറഡോട്ടസ് ഉണ്ട്, തൂസിഡൈഡ്സ് ഉണ്ട്, ലിവി ഉണ്ട്, സീസർ ഉണ്ട്. ഇവര് എന്തിനെ കുറിച്ച് പറഞ്ഞു, ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് വാട്ട് ആർ ദെയർ മേജർ ലിമിറ്റേഷൻസ് എന്നുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിക്കേ. ഡെഫിനറ്റ്ലി യു ഗൈസ് ക്യാൻ ഹാവ് സം കൈൻഡ് ഓഫ് ഗുഡ് അപ്രോച്ച് ആൻഡ് ഗുഡ് ലേണിംഗ് ഫ്രം ദിസ് ടോപ്പിക്. അങ്ങനെയാണ് നിങ്ങൾ ഹിസ്റ്റോറിയോഗ്രാഫി പഠിക്കേണ്ടത്. കമ്മിങ് ടു അനദർ ടോപ്പിക്, മീഡിയവൽ ഹിസ്റ്റോറിയോഗ്രാഫി. വി ഹാവ് സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന അച്ഛനുണ്ട്, ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന മുഖദ്ദം എഴുതിയിട്ടുള്ള വ്യക്തിയുണ്ട്. അപ്പൊ ഇവരുടെ മീഡിയവൽ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? സോ ഒബ്വിയസ്ലി ചർച്ച് റിലേറ്റഡ് എന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും. ചർച്ച് ഹിസ്റ്റോറിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട സെന്റ് അഗസ്റ്റിന്റെ റോൾ ഉണ്ട്. ഇബ്നു ഖൽദൂന്റെ മറ്റു 13ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ടുള്ള ചില പെർസ്പെക്റ്റീവുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റെനെ ഡെസ്കാർട്ടസ് 17ാം നൂറ്റാണ്ടിലുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പോളിസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോളിസികൾക്ക് എതിരായിട്ട് വരുന്ന ആന്റി കാർട്ടീസിയൻസ് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജിയം ബാറ്റിസ്റ്റ വിക്കോ എന്ന് പറയുന്ന ഒരാൾ. 3 ആൾക്കാർ ടോട്ടൽ ഉണ്ട്, അതിൽ ഒരാൾ മാത്രമാണ് ജിയം ബാറ്റിസ്റ്റ വിക്കോ. സിലബസിൽ ഇദ്ദേഹമാണ് നമുക്ക് ഉള്ളത്. പക്ഷെ മറ്റു 2 ആൾക്കാരുടെ പേരെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങളോട് ചിലപ്പോൾ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആന്റി കാർട്ടീസിയൻസ് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ വന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നിങ്ങൾക്ക് 4 പേര് തരും. നിങ്ങൾക്ക് ആകെ വിക്കോയെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ബാക്കി 2 പേരും അല്ലെങ്കിൽ 4ാമത്തെ ഒരാളും ഇതിലാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. അതിനാണ് ഞാൻ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും ഫീച്ചർ ബേസ്ഡ് പഠിക്കണം എന്ന് പറയുന്നതും ഓരോ പേഴ്സണാലിറ്റി വരുമ്പോൾ റോൾ ആൻഡ് കോൺട്രിബ്യൂഷൻ ഫോക്കസ് ചെയ്യണം എന്നുള്ളതും ആ ടോപ്പിക്കിന്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു എന്നുള്ളതിന്റെ ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി പഠിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ. ദർ വി ഹാവ് 18ാം നൂറ്റാണ്ടിലെ എൻലൈറ്റൻമെന്റ് ഹിസ്റ്റോറിയോഗ്രാഫി. പിന്നീട് വരുന്ന റൊമാന്റിസിസം, അതിന്റെ ഹിസ്റ്റോറിയോഗ്രാഫി. പോസിറ്റിവിസം, മാർക്സിസ്റ്റ് അപ്രോച്ച്, അതിൽ ക്ലാസിക്കൽ മാർക്സ്, ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ, ദ ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അനാലിസിസ്, നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് നിങ്ങൾ ഡിഗ്രിയുടെ സമയം നിങ്ങൾക്ക് കേൾക്കുന്ന ഒന്നാണ് അനാലിസിസ് സ്കൂൾസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. പക്ഷെ ഇപ്പോഴും പലർക്കും അത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതിന്റെ ഒറിജിൻ, ജനറേഷൻസ്, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഫീച്ചേഴ്സ്, കോൺട്രിബ്യൂട്ടേഴ്സ്,
ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതുപോലെ ഇവിടെ പോസിറ്റീവ്സും പറഞ്ഞെങ്കിൽ പോസ്റ്റ് മോഡേൺ അപ്രോച്ച് വേണം. സബാൾട്ടൻ ഹിസ്റ്റോറിയോഗ്രാഫി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ലോകത്തുള്ളതാ. ഈ ലോകത്തുള്ളത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലോട്ട് അങ്ങ് ചാടുക. ഏർലി ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ്. അപ്പൊ ഇതിഹാസങ്ങൾ എന്ത്, പുരാണങ്ങൾ എന്ത്, കാവ്യ ട്രഡീഷൻസ് എന്ത്, ചരിതാസ് എന്ത്, ഇതിന്റെയൊക്കെ ലിമിറ്റേഷൻസ് എന്ത്, ഹിസ്റ്റോറിക്കൽ ബയാസുകൾ എന്തൊക്കെയാണ്. മെഡീവൽ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഡൽഹി സൽത്തനേറ്റ്, മുഗൾ ഹിസ്റ്റോറിയോഗ്രാഫി, മംഗൽ കാവ്യ, ഇങ്ങനത്തെ ടെർമിനോളജീസ് ബംഗാൾ റീജിയൻ ആണ്. അപ്പൊ അങ്ങനത്തെ ചില ടേംസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ട്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി എത്തുമ്പോൾ കൊളോണിയൽ, അതിനെ കൗണ്ടർ ചെയ്തിട്ടുള്ള നാഷണലിസ്റ്റ്, ദെൻ മാർക്സിസ്റ്റ്, ദെൻ നിയോ കൊളോണിയലിസ്റ്റ്. അത് ഇവിടെ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിയോ കൊളോണിയലിസ്റ്റ് അപ്രോച്ച് എന്നുള്ളത്. ദെൻ സബാൾട്ടൻ സ്റ്റഡീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രൺജിത്ത് ഗുഹ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, സുമിത് സർക്കാരിനെ പോലുള്ള ആൾക്കാർ. പിന്നെ ജെൻഡർ അപ്രോച്ചസ് ഇങ്ങനെ ഉണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വെബിനാറിൽ പറഞ്ഞതുപോലെ 12 to 15 ടോപ്പിക്കുകളെങ്കിലും ഇവിടുന്ന് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോ ഹിസ്റ്റോറിയോഗ്രാഫി മാത്രമായിട്ട് നമ്മളൊരു 10 യൂണിറ്റ്സ് കൊണ്ട് കവർ ചെയ്യും. ഐ റിപ്പീറ്റ്, ഹിസ്റ്റോറിയോഗ്രാഫി മാത്രമായിട്ട് 10 ക്ലാസ്സസ് കൊണ്ട് നമ്മൾ ഇത് കവർ ചെയ്യും. അപ്പൊ അതിന്റെ ക്ലാസ് നാളെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ലൈവ് സെഷൻ ഇൻ വിച്ച് വിൽ ബി ഡിസ്കസിങ് ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫിയും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഇതാ അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ഇങ്ങനെ, അതിന്റെ ഒറിജിനും ഡെവലപ്മെന്റും പഠിക്കും, അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യും, അതിലെ മേജർ ഫിഗേഴ്സ് ഇതാ. നിങ്ങൾക്ക് പഠിക്കാൻ ആക്ച്വലി 8 പേരെ പഠിക്കാനുണ്ട്. ഗ്രീക്കിൽ നിന്ന് 4 റോമിൽ നിന്ന് 4 ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ബ്യൂട്ടിഫുള്ളി നോട്ടായിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിന്റെ ലിമിറ്റേഷൻസും പറയുന്നുണ്ട്. പിന്നീട് മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫി നമ്മൾ കവർ ചെയ്യും. സെന്റ് അഗസ്റ്റിനും ഇബ്നു ഖൽദൂനും ആണ് നിങ്ങൾ ഈ കാണുന്ന വ്യക്തികൾ. അപ്പൊ സെന്റ് അഗസ്റ്റിന്റെ റോൾ എന്തൊക്കെയായിരുന്നു, ലിമിറ്റേഷൻ എന്തായിരുന്നു, ഇബ്നു ഖൽദൂന്റെ റോൾ എന്തായിരുന്നു, ലിമിറ്റേഷൻ എന്തായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺസെപ്റ്റുവലി പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഗായ്സ്, നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി മതി. അല്ലാതെ നിങ്ങൾ വാരി വലിച്ച് ഇതിനു വേണ്ടി ഹിസ്റ്റോറിയോഗ്രാഫിയുടെ വലിയ വലിയ ബുക്കുകൾ ലൈബ്രറി പോയി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഹാവ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. താല്പര്യമുണ്ടോ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.